ഹലോ എവരി വൺ, എൻക്ലെക്സ് ആർ എൻ ക്വസ്റ്റ്യൻ റിവ്യൂവിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ മറ്റൊരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് കാണാം ഈ ക്വസ്റ്റ്യനിൽ, ലെറ്റ് മീ റീഡ് ദ ക്വസ്റ്റ്യൻ ഫസ്റ്റ്. ദ നേഴ്സ് പ്രൊവൈഡ്സ് മെഡിക്കേഷൻ ഇൻസ്ട്രക്ഷൻസ് ടു എ ക്ലയൻറ്റ് അബൌട്ട് ഡിജോക്സിൻ or lanoxin. Which statement by the client indicates an understanding of its adverse effects? Okay. അപ്പോൾ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഒരു നേഴ്സ് മെഡിക്കേഷൻ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുകയാണ്. അബൌട്ട് വിച്ച് മെഡിസിൻ? ഡിജോക്സിൻ. ഡിജോക്സിൻ എന്ന് പറയുന്ന മെഡിസിൻ നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കണം. ഓക്കെ, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു മെഡിസിൻ ആണ്. ഡിജോക്സിനെ പറ്റി ഒരു ചോദ്യമില്ലാത്ത ഒരു നഴ്സിംഗ് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യനും ഇല്ല, എക്സാമും ഇല്ല എന്ന് ഓർക്കുക. അപ്പോൾ തീർച്ചയായിട്ടും അതിനെപ്പറ്റി ഉണ്ടായിരിക്കണം. പിന്നെ അതുപോലെ നമ്മൾ ഫാർമക്കോളജി ക്വസ്റ്റ്യൻസിനെ പറ്റി നമ്മളൊരു കാര്യം പറഞ്ഞിരുന്നു. ഫാർമക്കോളജി ക്വസ്റ്റ്യൻസിനകത്ത് കുറച്ച് ചില മെഡിക്കേഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അത് നമ്മൾ തീർച്ചയായിട്ടും അതിനെപ്പറ്റി വായിച്ചിട്ടുണ്ടായിരിക്കണം. അപ്പോൾ അങ്ങനെ ഒരു മെഡിസിനാണ് ഈ ഡിജോക്സിൻ എന്ന് പറയുന്ന മെഡിസിൻ. ഓക്കെ, പിന്നെ അപ്പോൾ ഇതിനകത്ത് ചോദ്യം എന്ന് പറയുന്നത്, വിച്ച് സ്റ്റേറ്റ്മെന്റ് ബൈ ദ ക്ലയന്റ് ഇൻഡിക്കേറ്റ്സ് ആൻ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ഇറ്റ്സ് അഡ്വേഴ്സ് ഇഫക്ട്സ്. അപ്പോൾ ഈ താഴെ പറയുന്നവയിൽ ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് പേഷ്യൻറ്റിന് ഈ മെഡിസിൻ്റെ അഡ്വേഴ്സ് ഇഫക്ട്സിനെ പറ്റി അറിവുണ്ട് എന്ന് മനസ്സിലാക്കുന്നത്? അപ്പം നമ്മൾ എൻക്ലെക്സ് ആർ എൻ ടെസ്റ്റ് ടേക്കിംഗ് സ്ട്രാറ്റജീസിൽ നമ്മൾ പറഞ്ഞിരുന്ന ഒരു പോയിന്റ്, എൻക്ലെക്സ് ആർ എൻ ടെസ്റ്റ് ടേക്കിംഗ് സ്ട്രാറ്റജീസ് വീഡിയോ കണ്ടിട്ടില്ലാത്ത ആൾക്കാർ തീർച്ചയായിട്ടും അതൊന്ന് പോയി കാണുക. അതിനകത്ത് നമ്മൾ പറയുന്നുണ്ട് രണ്ട് തരത്തിലുള്ള ക്വസ്റ്റ്യൻസിനെ പറ്റി. ഒന്ന് പോസിറ്റീവ് ഇവന്റ് ക്വയറിയും ഒന്ന് നെഗറ്റീവ് ഇവന്റ് ക്വയറിയും. ഇതൊരു പോസിറ്റീവ് ഇവന്റ് ക്വയറിയാണ്. എന്ന് പറഞ്ഞാൽ താഴെ പറയുന്ന സ്റ്റേറ്റ്മെന്റ്സിൽ ഏതാണ് പേഷ്യൻറ്റിന് ഈ കാര്യത്തെ പറ്റി അറിവുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കുന്നത്. അപ്പോൾ അതിനകത്ത് വേറൊരു വാക്ക്, പ്രധാനപ്പെട്ട ഒരു വാക്കുണ്ട്, അഡ്വേഴ്സ് ഇഫക്ട്സ്. ഇൻഡിക്കേറ്റ്സ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറഞ്ഞാൽ അതാണ് അവിടുത്തെ പോസിറ്റീവ് ഇവന്റ് ക്വയറി. ഇനി നെഗറ്റീവ് ഇവന്റ് ക്വയറിയിലാണെങ്കിൽ വിച്ച് സ്റ്റേറ്റ്മെന്റ് ബൈ ദ ക്ലയന്റ് ഇൻഡിക്കേറ്റ്സ് എ നീഡ് ഫോർ ഫർദർ ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞു വരും. അത് അവിടെ പേഷ്യൻറ്റിന് ഏത് സ്റ്റേറ്റ്മെന്റ് വായിക്കുമ്പോഴാണ് പേഷ്യൻറ്റിന് ഇതിനെപ്പറ്റി വലിയ അറിവില്ല എന്ന് മനസ്സിലാക്കുന്നത് എന്നാണ് അർത്ഥം. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻ നമുക്ക് പിന്നീട് ഡിസ്കസ് ചെയ്യാം. എനിവേ, ഇവിടെ താഴെ പറയുന്നതിൽ ഏത് അഡ്വേഴ്സ് ഇഫക്റ്റ് ആണ് അല്ലെങ്കിൽ ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് ഈ പേഷ്യൻറ്റിന് ഈ മെഡിസിൻ്റെ അഡ്വേഴ്സ് ഇഫക്ട്സിനെ പറ്റി അറിവുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്നത്? വീണ്ടും ഈ അഡ്വേഴ്സ് ഇഫക്ട്സ് എന്നുള്ള വാക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. സൈഡ് ഇഫക്ട്സ്, അഡ്വേഴ്സ് ഇഫക്ട്സ് അല്ലെങ്കിൽ ടോക്സിക് ഇഫക്ട്സ് എന്നൊക്കെ പറഞ്ഞ് പല പല വാക്കുകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഈ അഡ്വേഴ്സ് ഇഫക്ട്സ് എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു കുറച്ച് സീരിയസ് ആയിട്ടുള്ള അല്ലെങ്കിൽ സൈഡ് ഇഫക്റ്റ് എന്ന് പറയാം. പക്ഷേ ഇവിടെ മെൻഷൻ ചെയ്യുന്നത് അതിൻ്റെ ഒരു ടോക്സിസിറ്റി കൊണ്ട് ഉണ്ടാകാവുന്ന ചില പ്രശ്നങ്ങളാണ്. ഓക്കെ, അപ്പോൾ എനിവേ നമുക്ക് ഇതിൻ്റെ ഇതൊന്ന് വായിക്കാം, ഓപ്ഷൻസ് ഒന്ന് വായിക്കാം. ബ്ലഡ് വിഷൻ ഈസ് എക്സ്പെക്റ്റഡ്. അപ്പോൾ പേഷ്യൻ്റ് പറയുകയാണ് ഇങ്ങനെ, ബ്ലഡ് വിഷൻ ഈസ് എക്സ്പെക്റ്റഡ്. രണ്ടാമത്തെ ഓപ്ഷൻ, ഇഫ് ഐ എം നോസിയേറ്റഡ് ഓർ വോമിറ്റിംഗ് ഐ ഷുഡ് സ്റ്റേ ഓൺ ലിക്വിഡ്സ് ആൻഡ് ടേക്ക് സം ലിക്വിഡ് ആൻറ്റാസിഡ്സ്. തേർഡ് ഓപ്ഷൻ പറയുന്നു, ദിസ് മെഡിക്കേഷൻ മേ കോസ് ഹെഡേക്ക് ആൻഡ് വീക്ക്നെസ് ബട്ട് ദാറ്റ് ഈസ് നത്തിങ് ടു വറി അബൌട്ട്. അതിനെപ്പറ്റി പേടിക്കാനൊന്നുമില്ല. നാലാമത്തെ ഓപ്ഷൻ പറയുന്നു, ഇഫ് മൈ പൾസ് റേറ്റ് ഡ്രോപ്സ് ബിലോ 60 ബീറ്റ്സ് പെർ മിനിറ്റ് ഐ ഷുഡ് ലെറ്റ് മൈ ഹെൽത്ത് കെയർ പ്രൊവൈഡർ നോ. വീണ്ടും നമ്മൾ ക്വസ്റ്റ്യൻ ഒന്നും കൂടെ നോക്കാം. താഴെ പറയുന്നതിൽ ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് പേഷ്യൻറ്റിന് ഇതിൻ്റെ അഡ്വേഴ്സ് ഇഫക്ട്സിനെ പറ്റി അറിവുണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്നത്, നേഴ്സിനെ മനസ്സിലാക്കി തരുന്നത് എന്നാണ് ചോദ്യം. അപ്പോൾ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഈ ഓപ്ഷൻസ്, ബ്ലഡ് വിഷൻ ഈസ് എക്സ്പെക്റ്റഡ്. അപ്പോൾ നമ്മൾ ഈ ഡിജോക്സിനെ പറ്റി വായിക്കുമ്പോൾ നമുക്കറിയാം ഈ ഡിജോക്സിൻ്റെ ടോക്സിസിറ്റി ഉണ്ട്. ഡിജോക്സിൻ വളരെ ചെറിയ അളവിൽ നമ്മൾ അഡ്മിനിസ്റ്റർ ചെയ്യുന്ന മെഡിസിനാണ്. പിന്നെ അതുപോലെ നമുക്കറിയാം ഒരു ആഴ്ചയിൽ നമ്മൾ അതിനെപ്പറ്റി കൂടുതൽ മറ്റൊരു വീഡിയോ ഞാൻ അതിനെപ്പറ്റി ചെയ്യുന്നുണ്ട്, കാരണം അത് വളരെ പ്രധാനപ്പെട്ട ഒരു മെഡിസിനാണ്.
വളരെ ചെറിയ അളവിലാണ് നമ്മൾ കൊടുക്കുന്നത്. അത് മാത്രമല്ല, നമ്മൾ ഇപ്പോൾ ഒരാഴ്ചയിൽ നമ്മൾ സാറിന് പറയും 5/7 എന്ന് വെച്ചാൽ ആഴ്ചയിലെ മുഴുവൻ ദിവസം നമ്മൾ കൊടുക്കത്തില്ല ഈ മെഡിസിൻ. 5 ദിവസം കൊടുത്തിട്ട് 2 ദിവസം നമ്മൾ കൊടുക്കാതെ ഇരിക്കും. അപ്പോൾ അത് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ടോക്സിസിറ്റി, ഈ മെഡിസിൻ അക്യുമുലേറ്റ് ചെയ്തിട്ട് ടോക്സിസിറ്റി ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ടോക്സിസിറ്റിയുടെ ലക്ഷണങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഈ വിഷ്വൽ ഡിസ്റ്റർബൻസസ്. ഓക്കെ, അവിടെ എന്തെങ്കിലും ബ്ലറിങ് ഓഫ് വിഷൻ, അതുപോലെ ഫ്ലാഷിങ് ഓഫ് ലൈറ്റ്, ഫ്ലോട്ടേഴ്സ്, അങ്ങനത്തെ ചില വിഷ്വൽ ഡിസ്റ്റർബൻസസ്, ഡിപ്ലോപ്പിയ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ, ഡബിൾ വിഷൻ, ഡിപ്ലോപ്പിയ എന്ന് വെച്ചാൽ ഡബിൾ വിഷൻ, അങ്ങനത്തെ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ഒരു ടോക്സിസിറ്റിയുടെ ഒരു ലക്ഷണം തന്നെയാണ്. അപ്പോൾ ഇവിടെ പറയുന്ന ബ്ലർഡ് വിഷൻ ഈസ് എക്സ്പെക്റ്റഡ് എന്നാണ് പറയുന്നത്. അപ്പോൾ അത് തെറ്റാണ്. രണ്ടാമത്തെ ഓപ്ഷൻ പറയുന്നത് ഇഫ് ഐ എം നോസിയേറ്റഡ് ഓർ വോമിറ്റിംഗ് ഐ ഷുഡ് സ്റ്റേ ഓൺ ലിക്വിഡ്സ് ആൻഡ് ടേക്ക് സം ലിക്വിഡ് ആൻറ്റാസിഡ്സ്. അപ്പം ഇവിടെ വീണ്ടും നോസിയ, വോമിറ്റിംഗ്, ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ ഡിസ്റ്റർബൻസസ്, എഗെയിൻ ഡിജോക്സിൻ്റെ ഏറ്റവും ആദ്യം ഉണ്ടാകാവുന്ന ചില അഡ്വേഴ്സ് ഇഫക്ട്സിൽ പെട്ടതാണ് ഈ നോസിയ, വോമിറ്റിംഗ് ഒക്കെ. അപ്പോൾ അവിടെ നമ്മൾ അങ്ങനെ നോസിയ, വോമിറ്റിംഗ് ഉണ്ടെങ്കിൽ ഐ ഷുഡ് സ്റ്റേ ഓൺ ലിക്വിഡ്സ് എന്നുള്ളതല്ല. ഇഫ് നോസിയ, വോമിറ്റിംഗ് ഉണ്ടെങ്കിൽ പേഷ്യൻ്റ്, ഇപ്പം നമ്മൾ നേഴ്സ് ആണെങ്കിൽ ആ നേഴ്സ് ആ മെഡിസിൻ തൽക്കാലത്തേക്ക് വിത്ത്ഹോൾഡ് ചെയ്യണം. വിത്ത്ഹോൾഡ് ചെയ്യാന്ന് വെച്ചാൽ ഇറ്റ് ഈസ് നോട്ട് ഡിസ്കണ്ടിന്യൂ ചെയ്യുമല്ല, വിത്ത്ഹോൾഡ് ചെയ്യണം. എന്നിട്ട് ഡോക്ടറെ അറിയിക്കുക. കാരണം നേഴ്സിന് അറിവുണ്ടായിരിക്കണം അത് ഒരു അഡ്വേഴ്സ് ഇഫക്റ്റ് ആണ് കാണിക്കുന്നത്. ഇനി മൂന്നാമത്തെ ഓപ്ഷൻ, അപ്പോൾ ആ സെക്കൻഡ് ഓപ്ഷനും തെറ്റാണ്. അപ്പോൾ പേഷ്യൻ്റ് ചുമ്മാ ലിക്വിഡ് കഴിച്ച് അല്ലെങ്കിൽ ലിക്വിഡ് ആൻറ്റാസിഡ്സ് എടുത്താൽ പോരാ, മെഡിസിൻ സ്റ്റോപ്പ് ചെയ്യണം എന്നുള്ളതാണ് അവിടുത്തെ കാര്യം. സ്റ്റോപ്പ് ചെയ്യല്ല, വിത്ത്ഹോൾഡ് ചെയ്യുക. വിത്ത്ഹോൾഡ് ആൻഡ് ഡിസ്കണ്ടിന്യൂ, അല്ലെങ്കിൽ സ്റ്റോപ്പ് ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മൾ നിർത്തുക എന്നുള്ളൊരു അർത്ഥം വരും. ഓർക്കുക, ഒരു മെഡിസിനും നമ്മൾ ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ നമ്മൾ നിർത്തുകയോ ഡോസ് അഡ്ജസ്റ്റ് ചെയ്യുകയോ ഒന്നും ചെയ്യത്തില്ല. നമുക്ക് തൽക്കാലത്തേക്ക് നിർത്തിവെക്കുക. അപ്പോൾ അതിനാണ് നമ്മൾ വിത്ത്ഹോൾഡ് ചെയ്യുക എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി തേർഡ് ഓപ്ഷൻ പറയുന്നത് ദ മെഡിക്കേഷൻ മേ കോസ് ഹെഡ് ഏക്ക്, വീക്ക്നെസ്, ബട്ട് ദാറ്റ് ഈസ് നത്തിങ് ടു വറി അബൌട്ട്. ഹെഡ് ഏക്കും വീക്ക്നെസ്സും ഒക്കെ ഉണ്ടായാൽ കുഴപ്പമൊന്നുമില്ല, പേടിക്കാനൊന്നുമില്ല എന്നാണ് പറയുന്നത്. പക്ഷേ പേടിക്കാനുണ്ട്. ഓക്കെ, കാരണം വീണ്ടും ഈ മെഡിസിൻ ന്യൂറോളജിക്കൽ ഡിസ്റ്റർബൻസസ് ഉണ്ടാക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് അത് ഉണ്ടെങ്കിലും കുഴപ്പമാണ്. പിന്നെ അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് ഇഫ് മൈ പൾസ് റേറ്റ് ഡ്രോപ്സ് ബിലോ 60 ബീറ്റ്സ് പെർ മിനിറ്റ്. ഈ പൾസ് റേറ്റ് ബിലോ 60 ബീറ്റ്സ് പെർ മിനിറ്റിന് നമ്മൾ പറയുന്ന പേരാണ് ബ്രാഡിക്കാർഡിയ. ഓക്കെ, അപ്പം ബ്രാഡിക്കാർഡിയ ഉണ്ടെങ്കിൽ ഐ ഷുഡ് ലെറ്റ് മൈ ഹെൽത്ത് കെയർ പ്രൊവൈഡർ നോ. ഞാൻ എൻ്റെ ഹെൽത്ത് കെയർ പ്രൊവൈഡറിനോട് പറയേണ്ടതുണ്ട്. അപ്പം ഇവിടെ മെയിനായിട്ട് ഓർക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഡിജോക്സിൻ ആക്ച്വലി ഹാർട്ട് ഫെയിലിയറിൻ്റെ ഒരു ഡ്രഗ് ഓഫ് ചോയ്സ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ഇത് പ്രധാനമായിട്ടും നമ്മളുടെ ഹാർട്ടിൻ്റെ റേറ്റ് കുറച്ചിട്ട് ഹാർട്ടിൻ്റെ വർക്ക് ലോഡ് കുറച്ച് ഫോഴ്സ് ഓഫ് കൺട്രാക്ഷൻ കൂട്ടി, അങ്ങനെയാണ് ഇത് ഹാർട്ട് ഫെയിലിയറിനെ ഇത് ട്രീറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ഓൾറെഡി ഹാർട്ട് റേറ്റ് കുറയ്ക്കുന്ന ഒരു മെഡിസിൻ ആണ്. അപ്പോൾ ഈ ഹാർട്ട് റേറ്റ് ബ്രാഡിക്കാർഡിയയിലാണെങ്കിൽ, ഓൾറെഡി ബ്രാഡിക്കാർഡിയയിൽ ഉള്ള പേഷ്യൻ്റ് നമ്മൾ ഈ മെഡിസിൻ അഡ്മിനിസ്റ്റർ ചെയ്താൽ, അല്ലെങ്കിൽ ആ പേഷ്യൻ്റ് ആ മെഡിസിൻ കഴിച്ചാൽ ഹാർട്ട് റേറ്റ് വീണ്ടും താഴെ പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇവിടെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കുന്ന ഒരു കാര്യം, നമ്മളെപ്പോഴും ഈ ഡിജോക്സിൻ കൊടുക്കുന്നതിന് മുൻപ് എപ്പോഴും ഹാർട്ട് റേറ്റ് മോണിറ്റർ ചെയ്യണം. പിന്നെ ഹാർട്ട് റേറ്റ് ഇപ്പോൾ ഒരു അഡൾട്ട് ആണെങ്കിൽ അഡൾട്ടിന് 60 ബീറ്റ്സിൽ താഴെയാണെങ്കിൽ മെഡിസിൻ കൊടുക്കാൻ പാടില്ല. അപ്പോൾ ഇവിടെ പേഷ്യൻ്റ് പറയുന്നത് എൻ്റെ പൾസ് റേറ്റ് 60ൽ താഴെയാണെങ്കിൽ ഞാൻ ഹെൽത്ത് കെയർ പ്രൊവൈഡറിനെ അറിയിക്കണം. വീണ്ടും അവിടെ നമ്മൾ മെഡിസിൻ കഴിക്കാതെ വിത്ത്ഹോൾഡ് ചെയ്തിട്ട് അറിയിക്കണം എന്നുള്ള കാര്യമാണ് ഇവിടുത്തെ കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്, വിച്ച് ഇൻഡിക്കേറ്റ്സ് ആൻ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ഇറ്റ്സ് അഡ്വേഴ്സ് ഇഫക്ട്സ് എന്ന് ഓർക്കുക. ഓക്കെ, നിങ്ങൾക്ക് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ പ്രധാനമായിട്ട് ഓർക്കേണ്ടത് ഈ മെഡിസിൻസിൻ്റെ ഒക്കെ പ്രത്യേകിച്ച് ഉള്ള ചില മെഡിസിൻസ്, അതിൻ്റെ ആക്ഷനും സൈഡ് ഇഫക്ട്സും ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തിരിക്കണം. അപ്പോൾ അതുപോലെയുള്ളൊരു മെഡിസിനാണ് ഈ ഡിജോക്സിൻ. നിങ്ങൾ ആരെങ്കിലും NCLEX സാറിനോ അല്ലെങ്കിൽ അതുപോലെയുള്ള എന്തെങ്കിലും ടെസ്റ്റുകൾ എഴുതാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഡിജോക്സിനെ പറ്റി പഠിക്കാതെ എക്സാം എഴുതാൻ പോകരുത് എന്ന് ഓർമ്മിപ്പിക്കുന്നു.
ഓക്കെ, വീണ്ടും നമ്മൾക്ക് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോസ്. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റുകളായിട്ടൊക്കെ രേഖപ്പെടുത്തുക. ഓക്കെ, പിന്നെ മറ്റെന്തെങ്കിലും സംശയങ്ങളോ അല്ലെങ്കിൽ ഇപ്പോൾ വേറെ എന്തെങ്കിലും വീഡിയോസൊക്കെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അതും കമൻറ്റിൽ രേഖപ്പെടുത്തുക. ഓക്കെ, താങ്ക് യു വെരി മച്ച്.